ഇപ്പം ഇടുമെന്ന് ഗ്യാസ് കയറി പോയിട്ട് സാധനങ്ങളുമായി വന്ന ഭവ്യക്കുട്ടി കടയിൽ പോയതാ. തന്നെ കടയിൽ പോയി എന്തൊക്കെയാ വാങ്ങിയത്? അല്ല അമ്മയ്ക്ക് ഒരെണ്ണം, ചേച്ചിക്ക് ഒരെണ്ണം, ഒന്ന് മോനും. അതല്ലേ നടക്കുന്നത്. എന്തോ മോനെ? അതല്ല, അത് മോനല്ല, മരുന്നത്. എന്ത് കൊണ്ടെന്നാലും അവർ റാഞ്ചി കൊണ്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്കോബാർ. തിന്നുന്നപ്പോഴേ ഞാൻ നാട്ടിൽ പോയപ്പോ കണ്ട ഒരു ഫ്ലെക്സിന്റെ അതാണ്, ഒരു ബോർഡിനകത്ത് കണ്ടതാ. ആരും ഇരുമ്പി പോകും. അത് ശരിയാ, പാലക്കാട്ടെ കണ്ടല്ലേ. ഞാൻ വേറെ ഇനി അതിനെ പറ്റി കൂടുതൽ പറയണ്ട. അങ്ങനെ എഴുതിയിരുന്നത് സത്യം, ഞാനും വായിച്ച്. അത് അങ്ങനെ തന്നെ വേറെ തെറ്റിദ്ധരിക്കണം, എന്നിട്ട് വേണം ഒന്നുകൂടെ നോക്കാൻ. അതാണ് ഇപ്പൊ എല്ലാം നെഗറ്റീവ് പറഞ്ഞിട്ടില്ലേ അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുന്നത്. എന്താണ് താഴെ പോകാതെ വേണമെങ്കിൽ തിന്നോ. ഇതെനിക്ക് എൻ്റെത് ഞാൻ പൊട്ടിച്ച്, ആരും വന്ന് റാഞ്ചി തന്നെ വിട്ടെ, ഞാനങ്ങ് തിന്നാം, അല്ലെങ്കിൽ അമ്പാടി ഇപ്പൊ വരും. ഐസ്ക്രീം ചമച്ച് കഴിക്കുന്നത് എന്റെ സാധനം പോയി. ഓക്കെ, മസാല ദോശ മേടിച്ചോണ്ടെന്നേട്ടെ, ഇവർക്ക് ഒത്തിരി ഇഷ്ടം മസാല ദോശ. ചമ്മന്തി, സാമ്പാർ, കുറേ ഐറ്റങ്ങളുണ്ട്. ഇഷ്ടമായോ? ഗ്യാസ് കയറുന്നത് രാത്രിയിൽ. കഴിച്ചോ. ഞാനേ അപ്പത്തിന് അരച്ച്, അപ്പോൾ രാവിലെ ചുടുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. എന്താമ്പൂ എവിടെ? ഹായ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ചെറിയൊരു കുക്കിങ്ങും, അപ്പോൾ ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചൊക്കെ പറഞ്ഞില്ലേ അപ്പത്തിന്, അപ്പോൾ അതിൻ്റെ പരിപാടികളും ഒക്കെയാണ് കേട്ടോ. അമ്പാടിക്ക് ഇനി അടുത്തൊരാഴ്ചയിലേക്ക് ഓൺലൈൻ ക്ലാസ് ആക്കി. ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കാണിക്കാൻ. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ കാപ്പി കൊടുക്കണം, അപ്പോൾ അപ്പം ഉണ്ടാക്കട്ടെ. അമ്പൂട്ടിൻ്റെ ക്ലാസ് നടക്കുന്നതുണ്ടോ? അവ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരച്ചൊക്കെ ഇരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെന്ന്, അപ്പം ചൂടാൻ പോവുക കേട്ടോ. ശരിയായിട്ടുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. കുറച്ച് പൊട്ടറ്റോ കറിയാ കേട്ടോ, അപ്പത്തിന് നല്ല ടേസ്റ്റാണ്. ഉച്ചക്കലത്തേക്ക് എടുത്തിട്ടേക്കുന്ന മീനാട്ടോ, ഇന്നലെ വാങ്ങിയതാ, കൊഴിയാള. തേച്ച് വഴക്കാനൊക്കെ കിടക്കുന്നേ ഉള്ളൂ. ഈ മീൻ നിങ്ങളിങ്ങനെയൊക്കെയാണോ വെട്ടുന്നത്? ഞാനിങ്ങനെ കത്രിക കൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കും. ലുലുന്ന് വാങ്ങിയതാ, ചൂടായതുകൊണ്ട് മീനൊന്നും കൊള്ളത്തേ ഇല്ല. നമ്മളിവിടെ ഇതിനെ കണ്ണൻ കൊഴിയാള എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിതിൻ്റെ തൊലി വിരിച്ചിട്ടാട്ടോ ഞാൻ എല്ലാ മീൻ്റെയും എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആർക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ചെറിയതൊക്കെ ആണെങ്കിൽ തൊലിയൊന്നും വിരിക്കത്തില്ല, കഴിയുന്നതും എല്ലാത്തിൻ്റെയും ഇങ്ങനെ തൊലിയൊക്കെ വിരിച്ചെടുക്കുവേ. കണ്ടിട്ട് അത്ര നല്ലതാണെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും വാങ്ങിച്ചതല്ലേ, വെട്ടി നോക്കട്ടെ, കൊള്ളാമെങ്കിൽ എടുക്കാം, കറിയാക്കാം. ചിലരാണെങ്കിൽ ഇങ്ങനെ തൊലിയൊന്നും വിരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ തൊലി വിരിച്ച് വെച്ചാൽ പോലും അതിന് അങ്ങനെ ചെവയുണ്ട്, സ്മെല്ലുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കഴി അവസാനം മീനില്ലാണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അതാ തലയും കൂടെ ഇച്ചിരി വലിയ മീനല്ലേ, അപ്പോൾ ഇതിൻ്റെ തല നമുക്ക് എടുക്കാമേ. തല ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത്. അങ്ങനെ അതാ നമ്മുടെ ബാക്കി മീനുകളെല്ലാം വൃത്തിയാക്കട്ടെ. ഞാനപ്പോൾ ഒരെണ്ണം വൃത്തിയാക്കിയതേ ഉള്ളൂ. മീനെല്ലാം വെട്ടിയെടുത്ത് 2 മീൻ വറക്കാനും 2 എണ്ണം കറി വെക്കാനും എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് പെട്ടെന്ന് കറിയാണ്. 1 പിടി തേങ്ങയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ശകലം പിഴിപുളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം വിളിച്ച് തരുവാണ്, ചോറൊക്കെ വീട്ടിൽ വെക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടവും കൊതിയുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്നും ഞാൻ തന്നെ വെക്കുന്നതല്ലേ ഞാൻ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദിക്കും, നിങ്ങൾക്ക് എന്നാൽ പിന്നെ പൈസ കൊടുത്താൽ കടകളിൽ നിന്ന് കിട്ടത്തില്ലേ, വാങ്ങി കഴിച്ചുകൂടെയെന്ന്. പക്ഷേ അതല്ല കേട്ടോ, വീട്ടിൽ വെക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. അപ്പോൾ എനിക്ക് ഇവിടെ നമുക്കൊരു ഫാമിലി ഉണ്ടായിരുന്നേ. അപ്പോൾ അവരിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ അവരെനിക്കിങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ചോറൊക്കെ
കൊണ്ടുതരുമായിരുന്നു. അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത്, ആ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വിളിച്ച് ചോറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വെച്ചും തന്നിട്ടുണ്ട്, ഇവിടെ എനിക്ക് കൊണ്ടും തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ വല്യച്ഛൻ, ഏറ്റവും മൂത്ത വല്യച്ഛനുണ്ട് വീട്ടിനടുത്ത്. മൂത്തമ്മ ചോറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വല്യച്ഛനും മൂത്തമ്മയും കൂടെ ചേർന്നിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അല്ലേ. ഒരു നേരത്തെ ആഹാരം തന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. അപ്പോൾ എന്തേ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, ചോറും റെഡിയായി. എല്ലാവരും ഒക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അമ്പൂട്ടൻ്റെ ചോറ് വിളമ്പക്കാം. അവൻ കഴിച്ചില്ല. ചോറും മീൻ വറുത്തതും മീൻകറിയൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞ്. അവിടെ ഓട്ട ഇട്ടിട്ടുണ്ടോ? ആ ഓട്ടയ്ക്കകത്ത് ഒഴിച്ചാൽ മതിയോ? കൈമാറ്റ്. ഓട്ടയ്ക്കകത്ത് ഒഴിച്ച് കേട്ടോ. കഴിക്കും. മൈബോസും കണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഭവ്യക്കുട്ടി. ആ സൗണ്ട് പറയടി മൈബോസിൻ്റെ. ദേ കേക്കിൽ ഓരോ ദിവസം പരീക്ഷണങ്ങളാണ്. ഉണ്ടാക്കുക, അമ്പാടിയും ഭവ്യക്കുട്ടിയും കൂടെ തന്നെ അങ്ങ് കഴിക്കുക. ഈ കേക്ക് ഉണ്ടാക്കുന്നതേ അടുത്ത ദിവസം ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ആഡ് ചെയ്യാം. അതേ പറ്റൂ. ഇത് ഇനി ഇപ്പോഴെങ്ങും തീരൂല, അതാണ്. ഓ, അളന്നൊക്കെയാണോ എടുക്കുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഇവളിത് തന്നെ ഉണ്ടാക്കി പഠിച്ചതാ. എന്തൊക്കെയാ മുട്ട, പാല് ഒക്കെ. ഓഹോ, ഇതെന്ത് മൈദയോ? അപ്പൊ നീ കേക്ക് ഉണ്ടാക്കേ, എന്നിട്ട് തിന്നാൻ നേരത്ത് വിളിച്ചാൽ മതി എന്നെ. ഒരു കൈ സഹായത്തിന്. ഓ, കൈ സഹായം ഒന്നുമില്ല, നീ തന്നെ ഉണ്ടാക്കിയാ മതി. ഞാൻ എന്തുണ്ടാക്കിയാലും എന്റെ കൊച്ചിരുന്നൊക്കെ തിന്നു തരും. അതാ എന്റെ സന്തോഷം. എന്നാ ഉണ്ടാക്കിക്കോ കേട്ടോ. ഒന്ന് ഇടടേതൊന്ന് നേരോണ്ട് ഇയാൾ ഇപ്പം ഇടുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഞാൻ. അപ്പോൾ ഭവ്യക്കുട്ടിയുടെ കേക്ക് അവിടെ നിന്ന് ആവട്ടെ അല്ലേ. എന്താണ് ഇന്നപ്പോൾ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് കുറച്ച് ലെന്ത് കൂടിപ്പോകും കേട്ടോ. കേക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പറ്റും, അപ്പോഴും ഞാൻ കാണിക്കാമേ. അവൾക്കുള്ള പരീക്ഷണങ്ങളാണ്. കേക്കിനകത്ത് എങ്ങനെയൊക്കെ പരീക്ഷണം നടത്തണമെന്നുള്ള ചിന്തയാണ്. അത് കഴിച്ചു കൊടുക്കാൻ അമ്പാടിച്ചനും ഉണ്ട്. പിന്നെ വേറെ എന്താ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.